ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെവിയിലിരിക്കുന്നത് ഇത് സാധാരണ പോലെ ഇതൊരു ചെമ്പരത്തിപ്പൂവാണ്. ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവർ ഇറങ്ങിപ്പോയിട്ടുള്ളതെന്നാണ് അറിവ്. ഏതായാലും ഇവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റി. എന്തായാലും ഉടൻ തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു കൊണ്ടിരുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. നന്ദൂസ് വ്ലോഗ്സ് നിങ്ങളോടൊപ്പം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ കൊട്ടാരത്തിന് മുമ്പിലാണ്. ബ്രിട്ടനിലെ വിൻസർ കാസിലിന്റെ അതേ മാതൃകയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 456 ഏക്കറിലാണ് ഇതിന്റെ ഏരിയ ഉള്ളത്. അതിൽ 1 ഏക്കറിൽ ഏകദേശം 45,000 ചതുരശ്ര അടിയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരം നമുക്ക് ധാരാളം സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ കാണാൻ സാധിക്കും. എങ്കിലും മലയാള സിനിമയിൽ കസിൻസ് എന്ന സിനിമയിലാണ് ധാരാളമായി ഇതിന്റെ മുക്കും മൂലയും നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു കൊട്ടാരത്തിനെ അപേക്ഷിച്ച് ഈ കൊട്ടാരത്തിന് നല്ല ഗ്രീനറിയാണ്. പച്ചപ്പ് പുതപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിൽ മുമ്പൊക്കെ വീഡിയോ അനുവദനീയമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീഡിയോ അനുവദനീയമല്ലാത്തതിനാൽ പുറത്തെ കാഴ്ചകൾ മാത്രമേ പകർത്തിയിട്ടുള്ളൂ. ഓഡിയോ ഗൈഡ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിന് പ്രത്യേക ചാർജ് ഒന്നും തന്നെ ഇല്ല. വളരെ മനോഹരമായ ഇന്റീരിയറാണ്. 34 ബെഡ്റൂമുകളും 1 സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെ ധാരാളം കൊത്തുപണികളും പെയിന്റിങ്ങുകളും ഒക്കെ കൊണ്ട് കൊട്ടാരം വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ബാംഗ്ലൂർ സെൻട്രൽ സ്കൂളിന്റെ ആദ്യത്തെ പ്രധാന അധ്യാപകനായ ജോൺ കാരറ്റാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1874 ആണ് ഈ കൊട്ടാരം പണി തുടങ്ങിയത്. 4 വർഷമെടുത്തു ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ. ഹായ്, ബാംഗ്ലൂർ പാലസ് അടിപൊളി. എന്തായാലും മക്കളെയും കൊണ്ട് വന്ന് നല്ല സന്തോഷമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ദിവസം വന്ന് നമുക്ക് കാണാനുള്ള കാണാനും കുറെ സമയം ഇവിടെ വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം. ഒരു എങ്ങനെ പോയാലും നമുക്കൊരു 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ തോന്നും. மருதாணி வாசம் வீச விருந்தாளி வீட்ட சுத்த சந்தோஷம் குறையா போகாது. முட்டாயி வெத்தல பாக்கு மொய் நோட்டு சீனி தட்டு மொரவாசல் முன்னே குடியேறும். பூப்பந்தல் நிழலா சூழும் துணையாக தோரணையும் செவ்வாழ மரமோ சேரும். பழவண்ணா பூசி பலபலக்கும் வீட்டு சுவர் பசிச்சாயங்க நல்ல சோறு.